നമസ്കാരം. ഇത് ആറന്മുളയിലെ പമ്പയാറിൻ്റെ തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗതകാല സ്മരണകൾ അയവിറക്കി ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ വന്ന് നിൽക്കുന്നത് 30 വർഷങ്ങൾക്ക് ശേഷമാണ്. അന്ന് ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന രവിയേട്ടനും അമ്മയുടെ പേര് മറന്നുപോയി ഞാൻ, തുളസി ചേച്ചിയും അവരുടെ മകനും, ആ കുടുംബം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ, ഒരു തമിഴ് പടത്തിൻ്റെ വളരെ ചിലവ് കുറച്ച് ചെയ്യാവുന്ന ഒരു തമിഴ് ചിത്രത്തിൻ്റെ 3 ഗാനങ്ങൾ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഞാൻ. എന്നുവെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യണം, മടങ്ങണം, അതാണ് ഞങ്ങളുടെ ചിന്ത. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് രവിയേട്ടൻ്റെ മകൻ അരുൺ, അദ്ദേഹം കുറേ കാലം ബഹറിലായിരുന്നു ജോലി, ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. പഴയ 4 കെട്ടും വീടുമെല്ലാം പൊളിച്ചു മാറ്റി പുതിയൊരു വീട് പണിതിരിക്കുന്നു. മനസ്സിൽ ദുഃഖമുണ്ട്. ആ പഴയ 4 കെട്ടും ആ തടിയിലുള്ള ആ വീട് പൊളിച്ചു മാറ്റിയപ്പോൾ പുതിയ സൗധം അവിടെ പണിഞ്ഞെങ്കിലും ആ പഴയതിനോടാണ് എനിക്കെന്നും ഇഷ്ടം തോന്നിയിട്ടുള്ളത്. 30 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നിബിഡമായ വനം പോലെ ഇഷ്ടംപോലെ മരങ്ങൾ. ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ പമ്പയാറിലേക്കാണ്, പമ്പയാറിൻ്റെ കരയിലേക്കാണ്. ഇവിടുത്തെ കുറേയധികം കൽപ്പടകളുണ്ട്. അതുവഴി താഴെ ഇറങ്ങിയാൽ നമുക്കവിടെ കുളിക്കാം. ഇന്ന് കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മരങ്ങളും ഒക്കെ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. പക്ഷേ പമ്പയാർ അനുസ്യൂതം ഒഴുകുകയാണ്. ശങ്കജം എന്ന നോവലിൽ പ്രസിദ്ധപ്പെടുത്തിയത് അറിയുമല്ലോ. അതിലെ ഒരു കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ പെങ്ങളായിരുന്നു. കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞുപോയ ഗീത എന്ന പെൺകുട്ടി. കാലാനുവർത്തിയായ ഈ ജീവിതത്തിൽ എല്ലാവരും കൊഴിഞ്ഞു പോകും. പക്ഷേ എൻ്റെ ആ നോവലിലെ ഒരു കഥാപാത്രമായിരുന്നു. പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം 1-2 തവണ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്നോടൊപ്പമുണ്ട്. എന്താണ് അരുണിന് പറയാനുള്ളത് ആ കാലഘട്ടത്തെപ്പറ്റി, എന്നെ കണ്ട ആ കാലഘട്ടത്തെപ്പറ്റി? എൻ്റെ ചെറുപ്പകാല സമയത്താണ് ഞാൻ രവിചേട്ടനെ ആദ്യമായി കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തത്. അത് പ്രധാനമായും ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു ചികിത്സ ആവശ്യം വന്നു. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമ്മയെ അഡ്മിറ്റ് ചെയ്ത കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ് രവിചേട്ടൻ. അത് പലപ്പോഴും ഞാൻ എൻ്റെ ഓർമ്മകളിൽ നിന്നും എടുത്ത് ആലോചിക്കാറുണ്ടായിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയെപ്പറ്റി. എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഉണർന്ന് ആ ഹോസ്പിറ്റലിൽ സ്വന്തം അമ്മയെ പരിചരിക്കാൻ പോകുന്ന ഒരു വളരെ സ്നേഹത്തോടെയും ഒരു ഉത്തരവാദിത്വത്തോടെയും എല്ലാ ദിനത്തിലും അവിടെ എത്തിച്ചേരുകയും അമ്മയ്ക്ക് വേണ്ട ഭക്ഷണവും അവിടെ ഇരിക്കുന്ന സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഭക്ഷണം എത്തിച്ച് ആ കർത്തവ്യം നിർവഹിക്കുക. അതും ആ ഭക്ഷണം എത്തിക്കുക എന്നുള്ളതല്ല, അതൊരു മകനെ പോലെ നിന്ന് ആ സ്നേഹത്തോടെ ഇത് ചെയ്തു. അന്നു മുതൽ ഈ രവിചേട്ടൻ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആത്മാർത്ഥത ഉള്ള മനുഷ്യരെ കാണാൻ വളരെ ചുരുക്കമാണ്. അദ്ദേഹം അവിടെ ചെയ്ത ആ കാര്യം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഞങ്ങളുടെ വീടുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തി വന്നിരുന്ന ഒരു ആളാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അദ്ദേഹത്തോട് വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം, ആ സ്വഭാവം, മറ്റ് ആൾക്കാരെ കെയർ ചെയ്യാൻ കാണിക്കുന്ന ആ വലിയ മനസ്സ്, അതൊക്കെ ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. അത് ഇപ്പോഴും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ മക്കളോടും എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയോടും ഒക്കെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാളുണ്ട്. എൻ്റെ ചിറ്റമ്മ അടുത്ത ദിവസം മരണപ്പെട്ടു. അപ്പം ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇദ്ദേഹം അവിടെ കാണും. നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു.
പക്ഷേങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് 30 വർഷത്തിന് ശേഷമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ നിന്നും എനിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ സമീപിച്ച് ചോദിക്കുകയുണ്ടായി, എന്നെ മനസ്സിലായോ? ഞാൻ അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് എൻ്റെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് എന്നെ മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിച്ചില്ല. എങ്കിലും ഞാൻ ചില സാഹചര്യങ്ങളെപ്പറ്റി പ്രതിപാദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നെ തിരിച്ചറിയുകയും എടാ നീയാണോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് രവിച്ചേട്ടൻ. രവിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓടിയെത്തുക, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ കെയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു മഹാമനസ്കനാണ്. ഇത്രയും വാക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അല്ല, അന്നും ഇന്നും എനിക്ക് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ തലമുടി കൊഴിഞ്ഞു പോയി, പ്രായത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണല്ലോ, അതുണ്ടാവും. പക്ഷേ അന്നും ഇന്നും അവൻ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുങ്ങളായി, കുഞ്ഞുങ്ങളൊക്കെ വലിയ നിലയിൽ പഠിക്കുന്നു. അപ്പോഴും ഞാൻ എടാ പോടാന്ന് വിളിക്കുമ്പോൾ അവൻ്റെ ശ്രീമതി ഇങ്ങനെ വന്നോണ്ട് തന്നെ എൻ്റെ ഭർത്താവിനെ എടാ പോടാന്ന് വിളിക്കുന്നു എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചാലോ നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല, സ്ഥായിയായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ മാറ്റം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളാണ്, മനസ്സിന് മാറ്റങ്ങളൊന്നുമില്ല. സ്നേഹം അത് അവാച്യമായിട്ടുള്ളൊരു അനുഭൂതിയാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അന്ന് അവൻ കുറച്ചും കൂടെ തടിച്ച് എന്നെക്കാട്ടിലും തടിയുണ്ടായിരുന്നു. പെട്ടെന്ന് ആളിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അന്നും ഇന്നും അവനിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വന്നതും ആ പമ്പയാറിൻ തീരത്തും ആ പമ്പയാറിൻ്റെ ദൃശ്യഭംഗിയും മറ്റുമൊക്കെ ഇന്ന് പകർത്തിയെടുക്കാനായിട്ടായിരുന്നു. ഈ വിഷ്വൽസ് ഞാൻ നിങ്ങളെ ഇനി വീണ്ടും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കട്ടെ, അതിനുശേഷം വീണ്ടും കാണാം. അരുൺ എന്തായാലും ഈ വീഡിയോ ലോകത്തുള്ള പലരും കാണുന്നതാണ്. അപ്പോൾ എന്നിലൂടെ, എൻ്റെ ചാനലിലൂടെ അരുൺ എന്ന വ്യക്തിയെയും ഈ ലോകം അറിയുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിലെ പമ്പയാറിൻ്റെ മുന്നിലൂടെ അതിൻ്റെ കൽപ്പടവിലാണ് നിൽക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് എത്ര ദൂരം മീറ്ററാണ് പൊക്കം? ഇത്ര ഒരു 45 അടി 45 അടി പൊക്കം വരും. അതിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ വീടും പരിസരമൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. പഴയ നാലുകെട്ടൊക്കെ ഇടിച്ച് കളഞ്ഞ് അവൻ അടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം ആധുനിക രീതിയിലുള്ളൊരു വീട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് ഞാൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് രാത്രിക്ക് മുമ്പേ തന്നെ ഇവിടുന്ന് പോകണം. കാരണം എൻ്റെ ചേച്ചി മരിച്ചതിൻ്റെ മറ്റ് കർമ്മങ്ങൾ നാളെയാണ്. അപ്പോൾ നാളെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് പോകണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിരക്കുള്ള ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും പറഞ്ഞത്. അപ്പോൾ അരുണിനെ കാണാതെ കടന്നു പോകാൻ കഴിയില്ലല്ലോ. ഇവിടെ നിർത്തട്ടെ ഈ വാക്കുകൾ. ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു, ഞാൻ ചെയ്യുന്ന വൈഗതൻ നദിക്കരയിലെ എന്നുള്ള തമിഴ് ഫിലിമിൽ 3 പാട്ടുകളുണ്ട്. അതിൽ 2 പാട്ടുകൾ കേരളത്തിൽ വെച്ച് ചിത്രീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അശ്രാന്തം തുടരുകയാണ്. എന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങും എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഓരോരോ ലൊക്കേഷൻസ് നേരത്തെ കണ്ട് വയ്ക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. വീണ്ടും കാണാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.